ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പകരം നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വായിച്ചിട്ട് അഭിപ്രായം പറയണേ. മോഹൻ വീണ്ടും എന്തായി ആലോചിച്ചു കൂട്ടുന്നത്? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, നമുക്ക് എവിടേക്കെങ്കിലും യാത്ര പോവാം എന്ന് മോഹൻ പറഞ്ഞില്ലേ? നമുക്ക് നാളെ തന്നെ പോയാലോ? മധു ചോദിച്ചു. നാളെയോ? നിൻ്റെ സ്കാനിംഗ് ഒക്കെ ആദ്യം കഴിയട്ടെ, എന്നിട്ട് പോവാം. മനസ്സൊന്ന് റീഫ്രഷ് ആകുമല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതിനുശേഷം പോരെ സ്കാനിംഗ് ഒക്കെ? മധു വീണ്ടും പറഞ്ഞു. നമുക്ക് ആലോചിക്കാം മധു. ഓക്കെ. മധു അകത്തേക്ക് പോയി. അതേസമയം വിശാലിൻ്റെ വീട്ടിൽ അമ്മാവനും അമ്മായിയും എല്ലാം അന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ നന്ദ മാത്രം പോയില്ല. മോളുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിന്നു. എങ്ങനെയെങ്കിലും വിശാലിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം. വിശാൽ അന്ന് വൈകിയാണ് ഓഫീസിലേക്ക് ഇറങ്ങിയത്. വിശാൽ, നിൻ്റെ ഓഫീസിൽ എനിക്കൊരു വേക്കൻസി ഉണ്ടാകുമോ? നന്ദ ചോദിച്ചു. എൻ്റെ ഓഫീസിൽ ഇപ്പോൾ അങ്ങനെ നിനക്ക് പറ്റിയ വേക്കൻസി ഒന്നുമില്ല. വേറെ ബ്രാഞ്ചിലുണ്ടോയെന്ന് വേണമെങ്കിൽ അന്വേഷിക്കാം, വിശാൽ പറഞ്ഞു. ഓ, അങ്ങനെയാണെങ്കിൽ നീ നോക്കണ്ട, ഞാൻ കുറച്ചുനാൾ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ, നന്ദ പറഞ്ഞു. അപ്പോഴേക്കും വിശാലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എന്താ ശ്യാമ? സാർ, അർജൻറ്റായിട്ടൊരു മെയിൽ അയക്കാനുണ്ട്, സാർ നോക്കി കറക്റ്റ് ചെയ്താലേ അയക്കാൻ കഴിയൂ, ശ്യാമ പറഞ്ഞു. ഓക്കെ ശ്യാമ, ഞാൻ ഇറങ്ങുവാണ്, അവൻ പറഞ്ഞു. ശ്യാമ, ഈ പേര് തന്നെയല്ലേ ഇന്നലെ മോളും പറഞ്ഞത്? നന്ദ ഓർത്തു. ആരാ വിശാൽ ഈ ശ്യാമ? നന്ദ ചോദിച്ചു. വിശാൽ നന്ദയെ ഒന്ന് നോക്കി. അല്ല, ആ പേര് ഇന്നലെ മോളും പറഞ്ഞു കേട്ടു. അവൾക്ക് ആൻറ്റിയെ വലിയ ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ, നന്ദ പറഞ്ഞു. ആ, അത് ഓഫീസിലുള്ള ഒരു സ്റ്റാഫാണ്, അത്രമാത്രം പറഞ്ഞുകൊണ്ട് വിശാൽ ഇറങ്ങി. ശ്യാമ, നന്ദ ആ പേര് വീണ്ടും മനസ്സിൽ പറഞ്ഞു. ആ സമയം മധുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നിത്യയായിരുന്നു വിളിച്ചത്. ഇവൾ എന്തിനാണ് വീണ്ടും എന്നെ വിളിക്കുന്നത്? കൊടുക്കാമെന്ന് പറഞ്ഞ ഫുൾ എമൗണ്ട് ഞാൻ കൊടുത്തതാണല്ലോ, മധു മനസ്സിൽ കരുതി. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താ നിത്യ? അതിനിത് നിത്യ അല്ലല്ലോ. സോറി മധു, നിത്യയുടെ ഫോണിൽ നിന്ന് വിളിച്ചത് ഞാനാ, സാം. നീയോ? നിനക്കെന്താടാ വേണ്ടത്? നിത്യ എവിടെ? അയ്യോ, അവൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. അവളെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അവളെ കയ്യിൽ കിട്ടിയപ്പോൾ നിന്നെ ഒന്ന് വിളിച്ചേക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ, സാം പറഞ്ഞു. അവളെ നീ എന്തെങ്കിലും ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല. അവളെ കൊണ്ടുള്ള എൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്, മധു പറഞ്ഞു. അതല്ലെങ്കിലും എനിക്കറിയാമടി, നീ അവളെ വിലക്കെടുത്തതാണെന്ന്. നീ പറഞ്ഞത് ശരിയാ, നിൻ്റെ കാര്യം കഴിഞ്ഞു, നിനക്കിനി അവളെ ആവശ്യമില്ല. ഏതായാലും നീ ഏൽപ്പിച്ച കാര്യം നല്ല വൃത്തിക്ക് തന്നെ അവൾ ചെയ്തതല്ലേ. വാങ്ങിയ കാശിനോട് കൂറുള്ള കൂട്ടത്തിലാണ്. ഇതേപോലെയുള്ള സില്ലി കാര്യങ്ങൾ പറയാൻ നീ എന്നെ വിളിക്കരുത്. ഇതൊന്നും മധുവിനൊരു പ്രശ്നമേ അല്ല. എന്നെ വെല്ലുവിളിച്ചതല്ലേ നീ? ഇതാണോ നീ കണ്ടെത്തിയ മഹാകാര്യം? ഒന്ന് പോടാ. മധു ഫോൺ വെച്ചു. അവൻ ഫോൺ സ്പീക്കറിൽ ഇട്ടിരിക്കുകയായിരുന്നു. നീ കേട്ടല്ലോ എല്ലാം? അവൻ നിത്യയെ നോക്കി ചോദിച്ചു. അവളുടെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ മധുവിനെ വിളിച്ചത്. അവൾക്ക് നിന്നെക്കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു. ഞാൻ ഇനി നിന്നെ കൊന്നാലും അവൾക്കതൊരു പ്രശ്നമല്ല, മനസ്സിലായോ? സാം ചോദിച്ചു. എന്നാലും മധു മാഡം എന്നെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിയുമെന്ന് കരുതിയില്ല. പിന്നെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവളാണ് അവൾ. എല്ലാത്തിനും കൂടെ നിന്ന് എനിക്കിട്ടും തന്നു നല്ലൊരു പണി. പിന്നെയാണോ ക്യാഷ് തന്ന് വാടകയ്ക്കെടുത്ത നീയും അവളും കാരണം എനിക്കുണ്ടായ നഷ്ടം അത്ര നിസ്സാരമല്ല. അറിയാമോടി നിനക്ക്? അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നിത്യയ്ക്ക് നേരെ ശബ്ദമുയർത്തി. നിത്യ ശരിക്കും പേടിച്ച് പിറകിലേക്ക് മാറി. എൻ്റെ പഴയ സ്വഭാവമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിന്നെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടതാണ്. പക്ഷേ സാം മാറാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മാത്രം നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ക്യാഷിന് വേണ്ടിയാണല്ലോ നീയെല്ലാം ചെയ്തത്. മധു പറഞ്ഞത് അതേപടി അനുസരിച്ച ഒരു കളിപ്പാവ് മാത്രമായിരുന്നു നീ. പക്ഷെ നിന്നെക്കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. നീ എൻ്റെ കൂടെ വരണം, എന്നിട്ട് എല്ലാ സത്യങ്ങളും എൻ്റെ അമ്മയോട് തുറന്നു പറയണം. ഈ ലോകത്ത് എനിക്ക് അവരെ മാത്രമേ ബോധിപ്പിക്കാനുള്ളൂ, സാം പറഞ്ഞു. ഞാൻ വരാം സാർ, അവൾ പറഞ്ഞു. സാം അവളുമായി ഒരു കോഫി ഷോപ്പിലേക്കാണ് പോയത്. അമ്മയെ അവൻ ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്താടാ, എന്താ കാര്യം? നീ എന്തിനാ പെട്ടെന്ന് എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അവർ ചോദിച്ചു. അമ്മ ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് ഈ പെണ്ണിനെ പരിചയമുണ്ടോ? അവൻ നിത്യയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. അവർ അവളെ സൂക്ഷിച്ചു നോക്കി. ചിലപ്പോൾ അമ്മ അത്രയ്ക്ക് ശ്രദ്ധിച്ചു കാണില്ല. ഇവളെയും എന്നെയും കൂടെയാണ് അന്ന് റെയ്ഡിൽ പിടിച്ചത്, അവൻ പറഞ്ഞു. ഇവളെ കാണിക്കാനാണോ നീ ഇത്ര തിടുക്കത്തിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നിനക്കിനിയും നന്നാവാൻ ഉദ്ദേശമില്ലേ? അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു. അമ്മ, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. വേറെ ആരെയും ബോധിപ്പിച്ചില്ലെങ്കിലും അമ്മയെ എനിക്ക് ചില കാര്യങ്ങൾ അറിയിക്കണം. സത്യത്തിൽ അന്ന് എന്താ നടന്നതെന്ന് ഇവൾ പറയും. എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ ഇവളെ കൊണ്ട് ഒരാൾ ചെയ്യിച്ചതാണ്.
ഒരു കള്ളം മറയ്ക്കാൻ നീ വീണ്ടും വീണ്ടും കള്ളം പറയുകയാണോ സാം? അവർ ചോദിച്ചു. അല്ലമ്മേ. നിത്യ, എന്താ നടന്നതെന്ന് പറയൂ. അവൾ സംഭവിച്ചതെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. മധു അവൾക്ക് ട്രാൻസ്ഫർ ചെയ്ത പൈസയുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തു. ശരി, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. അപ്പോഴും ചില കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ. ആ പെൺകുട്ടി ഇത്രയും പൈസ മുടക്കി നിന്നെ ഇതേപോലെ നാണം കെടുത്തണമെങ്കിൽ നീ അവളോട് എന്ത് തെറ്റാ ചെയ്തത്? വെറുതെ ഒരാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, നീ എന്തിനാ അവൾ വിളിച്ചപ്പോൾ ഹോട്ടലിലേക്ക് പോയത്? എന്തിനാ റൂം എടുത്തത്? ഇതിനും കൂടെ നീ മറുപടി തരണം, അവർ പറഞ്ഞു. അത് ഞാനത്ര നല്ലവനൊന്നുമല്ല എന്ന് അമ്മയ്ക്കറിയാമല്ലോ. എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മോശമായ സുഹൃത്തായിരുന്നു മധു. അവൾക്ക് വേണ്ടി ഞാനൊരു സഹായം ചെയ്തു. അല്ല, എന്നെക്കൊണ്ട് അവൾ ചെയ്യിച്ചു എന്ന് വേണം പറയാൻ. അതെന്താണെന്ന് അമ്മ ഇപ്പോൾ എന്നോട് ചോദിക്കരുത്. അവൾക്ക് ആവശ്യമുള്ളത് കിട്ടിയപ്പോൾ അവളായിട്ട് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ കരിവാരി തേച്ചു. ഇപ്പോഴും നീ ചെയ്ത തെറ്റ് നീ പറയുന്നില്ലല്ലോ. അതിനർത്ഥം നിനക്കിത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്നല്ലേ? അമ്മ ചോദിച്ചു. ശരിയാണ്, ഇതേപോലെ ഒന്ന് എനിക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. എങ്കിൽ ഞാൻ ഇത്രയും മോശമായി പോവില്ലായിരുന്നു. പക്ഷേ അതിനർത്ഥം മധുവിനോട് ഞാൻ ക്ഷമിക്കുമെന്നല്ല. എന്നേക്കാൾ വളരെ വളരെ മോശമാണവൾ. സ്വന്തം ഭർത്താവിനെ ലേശം പോലും മനസാക്ഷിക്കുത്തില്ലാതെ വഞ്ചിക്കുന്നവൾ. ഈ തെറ്റിനെങ്കിലും അവൾക്കൊരു പണി കിട്ടണം. അവളും കുറച്ചൊക്കെ തിരിച്ചറിയാം, സാം പറഞ്ഞു. ഒന്നെങ്കിൽ കാര്യങ്ങൾ എല്ലാം വ്യക്തമായി എന്നോട് കൂടെ പറയുക. അല്ലാതെ ഇങ്ങനെ വാലും തലയുമില്ലാതെ നീ ഇങ്ങനെ സംസാരിച്ചാൽ എനിക്കെങ്ങനെ മനസ്സിലാവാനാണ്? അവർ പറഞ്ഞു. അമ്മ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. എല്ലാം ഞാൻ അമ്മയോട് പറയാം. ഒരു കാര്യം മാത്രം ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരാം. ഇനി ഒരിക്കലും ഞാൻ പഴയതുപോലെ ആവില്ല. ഈ സാം കാരണം ഇനി അമ്മയ്ക്ക് ആരുടെയും മുൻപിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരില്ല, അവൻ പറഞ്ഞു. അമ്മ അവിടെ നിന്നും പോയതിനു ശേഷം നിത്യയും അവൻ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ക്ഷമിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും എൻ്റെ ഉള്ളിലുണ്ടെന്ന് കൂട്ടിക്കോ. എന്നെ ചതിച്ചതിൻ്റെ വകയായി നിനക്ക് നല്ലൊരു തുക കിട്ടിയില്ലേ? അത് വെച്ച് നല്ല ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നോക്കൂ. ഉപദേശമായി കാണണ്ട. നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല, പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു തൊഴിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പോരാൻ കഴിയില്ല. എത്ര നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചാലും ആളുകൾ ആ കണ്ണുകൊണ്ട് മാത്രമേ നമ്മളെ കാണുകയുള്ളൂ. ആരും ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ആവുന്നതല്ലല്ലോ. ഓരോരോ സാഹചര്യങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ആക്കി തീർക്കുന്നതാണ്. എങ്കിലും സാർ പറഞ്ഞ കാര്യം ഞാൻ സ്വീകരിക്കുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ജീവിക്കാൻ കഴിയുമോ എന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവളും നടന്നു. തുടരും. സാം എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നറിയണ്ടേ? ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.